നിന്നെ പിന്തുടരാൻ ഒരാൾക്ക് മാത്രമേ ഭൂമിയിൽ അനുവാദമുള്ളൂ, അത് നിന്റെ അപ്പന. ഹല്ലേലൂയ. നിന്റെ അടുത്തിരിക്കുന്നത് ഉപേക്ഷയായിരിക്കും, ചുങ്കക്കാരനായിരിക്കും, ഏറ്റവും വലിയ പാപിയായിരിക്കും, നീ ഇരിക്കുന്നത് വളരെ മോശം സാഹചര്യത്തിലായിരിക്കും. അതിന്റെ നടുവിലും നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഒരു പ്രവാചകനും പാടിയതല്ല, ഒരു പുരോഹിതനും പാടിയതല്ല, മലയാളത്തിലൊരു പഴയ കവി പാടിയതാ. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ, എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു അനുജൻ, എൻ്റെ സഹോദരനെ കാണാൻ എനിക്ക് കണ്ണുകളില്ലെങ്കിൽ രൂപമില്ലാത്ത ഈശ്വരൻ എനിക്ക് അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ദൈവമേ നന്ദി
നിങ്ങൾക്കറിയാമോ, സാന്നിധ്യത്തിൻ്റെ അളവ് എന്തിനാശ്രയിച്ചിരിക്കുമെന്നറിയാമോ? ആത്മാക്കളുടെ ഒരുക്കത്തിനനുസരിച്ച. കേട്ടവർക്കായിട്ട് സ്തോത്രം. ഇവിടുത്തെ ആത്മാവിൻ്റെ അളവ് നിങ്ങളുടെ ആത്മാക്കളുടെ ഒരുക്കത്തിനനുസരിച്ചായിരിക്കും. ജീസസ് നെയിം, ഹല്ലേലൂയ. നീ ഒരുങ്ങിയാണോ വന്നത്? നീ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ തയ്യാറായിട്ട് തന്നെയാണോ വന്നത്? എക്സൈറ്റഡ് ആയിട്ട് എത്ര പേര് വന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്? എനിക്ക് അതാ ചോദിക്കാനുള്ളത്. നിങ്ങൾ എത്ര പേര് എക്സൈറ്റഡ് ആയിരുന്നു? ഹല്ലേലൂയ, ജീസസ് നെയിം, താങ്ക് യു, ഹല്ലേലൂയ. യെശയ്യാവ് 30:21 ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവേൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ, ജീസസ് നെയിം. ബൈബിളിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതൊക്കെ നമ്മൾ വായിച്ചിട്ട് ഇങ്ങനെ വിടും. പക്ഷേ നമ്മുടെ ഉള്ളില്, നമ്മുടെ ആത്മാവില് കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഒരു ശബ്ദം നിന്റെ പിന്നിന്ന് കേൾക്കും. ഹല്ലേലൂയ. നിന്നെ പിന്തുടരാൻ ഒരാൾക്ക് മാത്രമേ ഭൂമിയിൽ അനുവാദമുള്ളൂ, അത് നിന്റെ അപ്പന. ഹല്ലേലൂയ. നിന്നെ സ്റ്റോക്ക് ചെയ്യാൻ അഥവാ നിന്നെ പിന്തുടരാൻ, നിന്റെ പിന്നാലെ വരാൻ, ഏതിരുട്ടത്തും ഏത് പകലിലും നിന്നെ പിന്തുടർന്നു വരാൻ ദൈവം അനുവദിച്ചിട്ടുള്ളത് ദൈവത്തിനും ദൈവത്തിൻ്റെ ദൂതന്മാർക്കും മാത്രമാണ്. ഹല്ലേലൂയ. നീ എങ്ങോട്ട് പോയാലും അവൻ്റെ ശബ്ദം നീ കേൾക്കും. എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് മാറിയാലും നീ പോകുന്ന വഴിയിൽ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് തിരിയുക, വഴി ഇതാകുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദം നീ കേൾക്കും എന്ന വചനം പറയുന്നത്. അത് ആ ശബ്ദത്തിന്റെ ഉടമ നിന്റെ പിന്നാലെ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ പ്രശ്നം ഇതൊന്നും അല്ല. പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഇത് മാത്രമായിരിക്കത്തില്ല എന്നുള്ളതാ. കേട്ടവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അത് മനസ്സിലായവർക്കായിട്ട് സ്തോത്രം. ശബ്ദം കേൾക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം. ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത്. നമ്മുടെ അപ്പൻ നമ്മളോട് സംസാരിക്കുന്നു, വളരെ സന്തോഷം. ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഇതല്ല, ചിന്തിക്കേണ്ടിയ കാര്യം ഇതല്ല. നീ കേൾക്കുന്ന ശബ്ദം ഇത് മാത്രമായിരിക്കത്തില്ല. അത് മാത്രമല്ല, നീ കേൾക്കുന്ന ഏറ്റവും ലൗഡസ്റ്റ് ആയിട്ടുള്ള, നീ കേൾക്കുന്ന ഏറ്റവും വലിയ ശബ്ദവും ഇതായിരിക്കണമെന്നില്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിച്ച ഉടനെ കേട്ട ഒരേ ഒരാളെ ഉള്ളൂ ബൈബിളിൽ വായിക്കുമ്പോൾ. അതാരായിരുന്നു? ദൈവത്തിന്റെ ശബ്ദം കേട്ട ശമൂവേൽ ബാലൻ. ഹല്ലേലൂയ. പക്ഷെ ശമൂവേൽ ബാലനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. വിളക്കണയുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. താൻ തൻ്റെ ജീവിതം മുഴുവൻ ബാലനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഡേ ബൈ ഡേ ദൈവത്തിന് വേണ്ടി വെച്ച് ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ല, നോയ്സ് ഇല്ല. കേട്ടവർക്കായിട്ട് സ്തോത്രം. നോയ്സ് ഇല്ല, നോയ്സ് ഇല്ല. നോയ്സിന് എന്താ മലയാളം പറയുന്നേ? ഒച്ചകളില്ല. അതേണ്ട, ഒച്ചയില്ല. ഹല്ലേലൂയ. ശമൂവേലിന്റെ ആത്മാവ് ക്ലിയറാ. ദൈവം സംസാരിച്ചാൽ നോയ്സ് ഇല്ലാണ്ട് അത് തൻ്റെ ചെവിയിലെത്തും. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എന്നോട് സംസാരിച്ചാൽ അത് ഞാൻ കേൾക്കുമെന്ന്? താങ്ക് ഗോഡ്, ഹല്ലേലൂയ. ഉറപ്പില്ലാത്തവർ ഇവിടെ ഇരിപ്പുണ്ട്. ജീസസ് നെയിം, നത്തിങ് ടു വറി അബൌട്ട്. എനിക്ക് അതിൽ നിങ്ങൾക്ക് കൈവെക്കാനുള്ള ധൈര്യമില്ല, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് അതിൽ ഉറപ്പോടെ കരം ഉയർത്തിയവർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഉറപ്പില്ലാത്തവരുണ്ടല്ലോ, നിങ്ങളെ ദൈവം അധികം മാനിക്കട്ടെ. കാരണം നിങ്ങൾ അറിയണം, ഈ നോയ്സിനകത്തുനിന്ന് ഞാൻ കേൾക്കുന്ന ശബ്ദം ദൈവശബ്ദമാണോ എന്ന് വേർതിരിച്ചറിയാനൊരു വാഞ്ച നിങ്ങളിലുണ്ടാവട്ടെ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റണം. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് റെയർ അല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം റെയർ. ഞാൻ കേൾക്കുന്നില്ലല്ലോ, എനിക്കെന്താ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റാത്തത്? ദൈവത്തിന്റെ ശബ്ദം നമുക്ക് റെയർ അല്ല. ദൈവത്തിന്റെ ശബ്ദം റെയർ ആയിരുന്നു. മലാക്കി പ്രവചനത്തിന് ശേഷം നീണ്ട 400 വർഷങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദമില്ലായിരുന്നു, റെയർ ആയിരുന്നു. ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം റെയർ ആയിരുന്നു എന്ന് വചനം എഴുതിയിട്ടുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇങ്ങനെ വചനം പറയുന്നു, വചനം അവർക്ക് സമീപസ്ഥമായിട്ട് അവരുടെ അധരങ്ങളിൽ ഇരിക്കുകയാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലിരിക്കുകയാ. ഇന്ന് ദൈവം, ഞാൻ എൻ്റെ കണ്ണ് വിശുദ്ധ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം എന്ന ഒരു പർവ്വതത്തൊന്നും അല്ല വരുന്നത്. എൻ്റെ സഹായം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ദൈവത്തൊന്നാണ് വരുന്നത്. ദൈവവും നീയും ഇന്ന് രണ്ടല്ല. പക്ഷെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഒരുപാട് ഒച്ചകളാ. ഹല്ലേലൂയ. ഭയങ്കര ഒച്ചയാ. നമുക്ക് ദൈവത്തിന്റെ ശബ്ദം പിക്ക് ചെയ്യാൻ പറ്റാത്തതാ പ്രശ്നം. എന്തുകൊണ്ടാ ദൈവത്തിന്റെ ഈ ഒച്ചകൾ എന്ന് പറയുന്നത്? എന്താ ഈ ഒച്ച? എന്താ ഒച്ച? ഹല്ലേലൂയ. എന്ത് കാരണം കൊണ്ടാ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണോ, ഇന്റേണൽ ഫാക്ടേഴ്സ് ആണോ? നിനക്ക് തോന്നുന്നുണ്ടോ ശത്രു നിന്റെ ചുറ്റും പണിത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ശബ്ദം നിനക്ക് കേൾക്കാതാകുമെന്ന് തോന്നുന്നുണ്ടോ?
ശത്രു നിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ തള്ളിയിട്ടിട്ട് ആ സാഹചര്യം കാരണം ഈ ശബ്ദം നിനക്ക് കേൾക്കാതാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിൽ യേശുവിനെ ഒരിക്കലും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് വിളിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ വേശ്യകളുടെ കൂടെയും ചുങ്കക്കാരുടെ കൂടെയും ഭക്ഷിച്ച് നടക്കുന്നു. യേശുവിനെ അത് പറഞ്ഞപ്പോഴും യേശു കർത്താവിന് ദൈവത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എന്തെങ്കിലും കുറഞ്ഞിരുന്നോ? നോ. നീ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല വിഷയം, നീ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാ വിഷയം. കേട്ടവർക്കായിട്ട് സ്തോത്രം. നീ RFL വരുന്നുണ്ടോ? വാവ്, നീ ഒരു പ്രവാചകയായിരിക്കും. നോ, അങ്ങനെയൊന്നില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നീ തൊട്ടടുത്തിരിക്കുന്നവനെ നിന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നുവോ എങ്കിൽ നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. കേട്ടവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നീ 3 മണിക്കൂർ ഡെയിലി പ്രാർത്ഥിക്കുന്നല്ലേ? വാവ്, ആ 3 hours നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമായിരിക്കും അല്ലേ? വേണമെന്നില്ല, കേൾക്കണമെന്നില്ല. ഹല്ലേലൂയ. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഒരു പ്രവാചകനും പാടിയതല്ല, ഒരു പുരോഹിതനും പാടിയതല്ല, മലയാളത്തിലൊരു പഴയ കവി പാടിയതാ. അടുത്തു നിൽപ്പോരനുജനെ കാണാൻ, എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു അനുജൻ, എൻ്റെ സഹോദരനെ കാണാൻ എനിക്ക് കണ്ണുകളില്ലെങ്കിൽ രൂപമില്ലാത്ത ഈശ്വരൻ എനിക്ക് അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം? എന്താശ്ചര്യം? ഒരത്ഭുതവും ഇല്ല. ദൈവത്തിന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ കാതിൽ നോയ്സ്, ഒച്ചകളാണെങ്കിൽ, നീ ആദ്യം നോക്കേണ്ടത് നിന്റെ ഉള്ളില, നിന്റെ ചുറ്റുമല്ല. ഹല്ലേലൂയ. നിന്റെ അടുത്തിരിക്കുന്നത് ഉപേക്ഷയായിരിക്കും, ചുങ്കക്കാരനായിരിക്കും, ഏറ്റവും വലിയ പാപിയായിരിക്കും. നീ ഇരിക്കുന്നത് വളരെ മോശം സാഹചര്യത്തിലായിരിക്കും. അതിന്റെ നടുവിലും നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശിഷ്യന്മാർക്ക് കിട്ടിയ മർമ്മങ്ങൾ അവർ കേട്ട ദൈവത്തെ അവരറിഞ്ഞ. നോക്കിയാ 12 ഈ 3.5 കൊല്ലത്തിന് ശേഷം 3.5 കൊല്ലത്തിന് ശേഷം യേശു കർത്താവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി, യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് യേശു കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാളെ തന്നെയാ പുരോഹിതന്മാരെ കൂട്ടുപിടിക്കുന്നത്. ആരെയാ? യൂദാസിനെയാ. 12-ാമത്തെ വയസ്സ് മുതൽ ദേവാലയത്തിൽ ചെന്നിരുന്ന് ദേവാലയത്തിലെ പുരോഹിതന്മാർ അവരോട് അടിവെക്കുന്ന ആളാ കർത്താവ്. ഹല്ലേലൂയ. ഈ കർത്താവിനെ കാണിച്ചു തരാൻ അവരുടെ കൂട്ടത്തിൽ ഒരാളെ ആവശ്യമായിട്ട് വന്നോ? വൈ? ഹല്ലേലൂയ. ഓക്കെ, ഈ യേശു കർത്താവിന്റെ കൂടെ നടന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. നിനക്ക് ഡിസ്ട്രാക്ഷൻസ് വരത്തില്ല, നീ ഡിസ്ട്രാക്റ്റഡ് ആവത്തില്ല. ഹല്ലേലൂയ. നീ ഡിസ്ട്രാക്റ്റഡ് ആവാതിരുന്നാൽ നീ നാൾക്ക് നാൾ അവനിലേക്ക് ചേർന്ന് അവനെ പോലെ സ്വഭാവങ്ങളിൽ മാറ്റം വന്ന് തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരും, നിന്റെ രീതികളിൽ മാറ്റം വരും, മൊത്തത്തിൽ ആകെപ്പാടെ നിനക്കൊരു ചേഞ്ച് വരും. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, പരസ്പരം തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവീൻ. അടുത്തിരിക്കുന്ന ആളെ നോക്കി പറ, നീ എന്നെക്കാൾ ശ്രേഷ്ഠനാ. ഹൃദയം തുറന്നു പറയണം, നീ എന്നെക്കാൾ ശ്രേഷ്ഠനാ. ഹല്ലേലൂയ. നീ എന്നെക്കാൾ ശ്രേഷ്ഠനാ.